രണ്ടു ദിവസത്തെ വല്ലാത്ത മഴ കാരണം മീൻ മേടിക്കാനൊന്നും പോവാൻ പറ്റിയില്ല. ഈ ചേട്ടനെ കണ്ടത് കുറച്ച് മീനൊക്കെ മേടിച്ച് പൈസയൊക്കെ കൊടുത്ത് അങ്ങോട്ട് തന്നപ്പോ തന്നെ നീരവിന് പിടിക്കണം. ഞാൻ കൂടിയുള്ള ബഹളം കാരണം വെളുമ്പി ഓടിയോ. രണ്ടു ദിവസം മുന്നേ നീരവിന്റെ ചെകിടത്തോരണം കൊടുത്തുട്ടോ വെളുമ്പി. അതുകൊണ്ട് തന്നെ ഞാൻ പ്രത്യേകിച്ച് മീനൊന്നും കൊടുക്കാൻ പോയില്ല. സ്നേഹപ്രകടനത്തിനൊന്നും നിന്നില്ല കേട്ടോ. അത് മീൻ മേടിക്കാൻ പോകുമ്പോ കയ്യോടെ ചേട്ടന്മാര് നേരെയാക്കി തരാറുണ്ടല്ലോ. ഇതിപ്പോ നേരെയാക്കി കിട്ടാത്തോണ്ട് കയ്യോടെ ഞാൻ തന്നെ നന്നാക്കേണ്ടി വന്നു കേട്ടോ. മീൻ വെട്ടാനുള്ള ടൂൾസ് എന്റെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല കേട്ടോ. കയ്യിലെന്നെ വെട്ട എന്തായാലും ബുദ്ധിമുട്ട്. അതിന്റെ ചെകിളെടുത്ത് കളയാ, വാലും വെട്ടി കഴിഞ്ഞാൽ സംഭവം ഓക്കെ. ഇപ്പോഴും അതിന്റെ ചെകിള നോക്കി ഫ്രഷ് ആണോ നോക്കാൻ അറിയില്ല കേട്ടോ. കടും ചുമപ്പ് കളറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഫ്രഷ് ആണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നേരെയാക്കി. മിക്ക ദിവസങ്ങളിലും മീൻ കിട്ടണ വൈകുന്നേരം ആയതുകൊണ്ട് രാത്രിയാണ് കേട്ടോ കറി വയ്ക്കല്. ഇപ്പം ടി വി കണ്ട് അവിടെ ഇരിക്കണം. എൻ്റെ ഇടയിൽ ഇങ്ങോട്ട് ഓടി വന്നു. കുറെ നേരം അടുക്കളയിൽ വന്നിട്ട് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും വെപ്പും കാര്യങ്ങളും നടക്കണോണ്ട് മീൻകറി ഇതുവരെ റെഡി ആയിട്ടില്ല കേട്ടോ. ബ്യൂട്ടി പാർലറിൽ കൊണ്ടുവന്ന് ഫേഷ്യൽ ചെയ്തപ്പോ ഇങ്ങനെ ഒരു ഷേപ്പിലും കിട്ടിട്ടോ. ആദ്യം തന്നെ ഫ്രൈ ചെയ്യാനുള്ള സംഭവങ്ങൾ സെറ്റാക്കി എടുക്കാം. കുരുമുളക്, ഗരം മസാല, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നാരങ്ങാനീര്, കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സിയിൽ അടിക്കാം. മുളക് പൊടി ഇടാൻ മറന്നു പോയതാട്ടോ. ഞാൻ എന്തായാലും മീനിലും പരട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മുളക് പൊടി ഇട്ടിട്ടത്. പിന്നെ ഇതൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് കമഴ്ത്തി നല്ലപോലെ അങ്ങോട്ട് തേച്ച് അടിച്ച് ഒരു 5 മിനിറ്റ്. ഇതിന്റെ സൗണ്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇടയിൽ. ഞാൻ ചട്ടി അടുപ്പത്ത് വെക്കുമ്പോഴേക്കും ഇവിടെ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. ഇതെന്തോ ഒരു കാട്ടാളനെ പോലെ ഒരു സംഭവം. അത് കുത്തുവ പേടിച്ചിട്ട് കുറെ എടുത്ത് കളയാൻ നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ പതുങ്ങിയിരിക്കാറുണ്ട്. നമ്മുടെ സ്റ്റാൻഡിന്റെ ഉള്ളിൽ ഡെപ്പോളുടെ ഉള്ളിലേക്കൊക്കെ പോയപ്പോഴേക്കും ചട്ടി ചൂടായി. അതിൽ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു, കുറച്ച് ഉലുവ ഇട്ടു. ഉലുവ പൊട്ടി കഴിഞ്ഞപ്പോ തക്കാളി, സബോള, പച്ചമുളക്, വേപ്പില കൂടെ ചതച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കൂടി വഴറ്റാൻ വെക്കുമ്പോഴാണ് അരക്കിനാർന്നു പുളിയും പുളിവെള്ളമൊക്കെ കൂടി ഒഴിച്ചിട്ടുണ്ട്. അരച്ചെടുക്കാൻ നോക്കുമ്പോഴാട്ടോ ഈ കുന്ത്രാടം വീണ്ടും വന്നത്. ഇതിനെ കൊണ്ട് വല്ലാത്ത പൊല്ലാപ്പായിലോ വിചാരിച്ചിട്ട് എടുത്ത് കളയാൻ നോക്കിയപ്പോഴാട്ടോ വെള്ളത്തേക്ക് വീണു. അയ്യോ വാതില് തീരെ ഞാൻ രാത്രി തുറക്കാറില്ല കേട്ടോ. ഈ കുന്ത്രാടം വന്നപ്പോ എനിക്ക് ആകെ പൊല്ലാപ്പായിലോ വെച്ചിട്ട് കളയാൻ നോക്കിയിട്ട് പോണൂല്ല. എല്ലാത്തിന്റെ ഇടയിൽ കിടന്ന് തിരിയ ലാസ്റ്റ് കളഞ്ഞ് ഡോറൊക്കെ അടച്ചു. നമ്മുടെ തേങ്ങയും പുളിയൊക്കെ കൂടി അരച്ചെടുത്തു. ചട്ടി നല്ല ചൂടായോണ്ട് ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടിയിട്ട് അപ്പൊ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ആ കുത്തുമണം പോണല്ലോ അതൊന്ന് വരട്ടിയെടുത്തു. അപ്പോഴേക്കും കുത്തുമണം പോയപ്പോ തേങ്ങ അരച്ചതൊക്കെ കൂടി ഒഴിച്ചു. കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് അതൊന്ന് തളം വന്നപ്പോ മീനൊക്കെ ഇട്ടിട്ട് അതിനെ പൊടിയാതെ പോലെ ഞാൻ അങ്ങോട്ട് ഇളക്കിയിട്ടില്ല. ഒന്ന് വെറുതെ ഇങ്ങനെ അനക്കി കൊടുത്ത് ഉപ്പൊക്കെ ഉണ്ടോ നോക്കുക. ഇടയിൽ നമ്മുടെ മീമിക്കുട്ടീനെ ഒന്ന് വടക്കാനും കൂടെ വെച്ചുട്ടോ. ലാസ്റ്റ് സനേഷ് ചേട്ടൻ വിളിച്ചപ്പോ ബാക്കിയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കറി കാച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കറി മീൻ വറുത്തത് കൊണ്ടേ പിന്നെ നീരവിന് വേറൊന്നും വേണ്ട കേട്ടോ. അത് ഫുള്ളായിട്ട് കഴിച്ചു. രാവിലെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. മടി പിടിച്ച് അവിടെ നിന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴാണ് കറി വെച്ചത്. എന്തായാലും സംഭവം കളറായി. കുറച്ച് ഗാർണിഷിങ്ങിന് സബോള അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കഴിക്കുക. അങ്ങനെ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് നീരവിന്റെ വായിൽ നല്ലൊരു ഉരുള വെച്ച് കൊടുക്കുന്നുണ്ട്. ഇഷ്ടായില്ലെങ്കിലും ഇവന്റെ വക ഒരു സൂപ്പർ ഉറപ്പായിട്ടുണ്ടാവും കേട്ടോ. ഇങ്ങനെയൊക്കെയോ കുട്ടി കഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട്. എന്തായാലും ഞാനും അതിന്റെ കൂടെ കഴിക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. സീ യു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.